ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ പടം കണ്ടപ്പോൾ എനിക്ക് ആസിഫ് അലിയോട് ഭയങ്കര ഒരു ബഹുമാനം തോന്നിയ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അർജുന അശോകനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ഞാൻ സിനിമയിലൊന്നും എത്താത്ത സമയത്താണ്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ലിറിക്സും പാട്ടൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറഞ്ഞാൽ നേരിട്ടിരുന്ന് ചെയ്യലാണ്. അതായത് ഇപ്പോൾ കമ്പോസ് ചെയ്യുന്ന ആളിവിടെ ഉണ്ടെങ്കിൽ ചെറിയ സമയം മതി അത് ചെയ്യാൻ. കാരണം അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. തൊപ്പിൻ്റെ അടുത്ത് പറഞ്ഞു അവനൊരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്ത് എഴുതി. അങ്ങനെ അവൻ പാടി. അപ്പോൾ തീം പറഞ്ഞത് ഒരു സ്ത്രീപക്ഷ സോങ്ങാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളും അതും ഇതൊക്കെയാണ്. അതിനെ ഒരു ഇസ്ലാമിക് ടച്ചിലോട്ട് കൊണ്ടുപോവുക. ഈ പാട്ടിലെ സ്ത്രീ ചോദിക്കുകയാണ്, മെഹ്റെവിടെ, മഹമൂദ് പറഞ്ഞൊരു മെഹ്റെവിടെ, മെഹ്റെവിടെ, നബി പറഞ്ഞ ആ മെഹ്റെവിടെ, കരയെവിടെ എൻ കണ്ണീർ കടലിൽ കരയത്. ഹനാൻ ഷാനായിട്ട് വർക്ക് ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് വർക്ക് ചെയ്താ ഇപ്പൊ ഇത്രയും ചെയ്തു? അകമേ ഞാൻ പോകവേ പാദങ്ങൾ ഞാൻ തേടവേ. പിന്നെ കാണുന്നത് അത് തട്ടി മറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അകത്ത് പൂച്ച ഇങ്ങനെ നടന്നു പോയ പാടൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മ വന്നിട്ട് അടിക്കുന്നവനെയാണ്. പാൽ തൊട്ടി പൂച്ച തട്ടി ഉമ്മ ഞെട്ടി എൻ്റെ തൊലിയും പൊട്ടി പൂച്ചട്ടി കൈ കിട്ടി എറിഞ്ഞുമ്മ എൻ്റെ തലയും പൊട്ടി ഉമ്മ തൊട്ടി ഞാൻ തിട്ടമേലി വെച്ച് എത്തിപ്പെട്ടിട്ട് അതിൽ നോക്ക് ചെയ്യും, കൊട്ടും. അപ്പോൾ ആ വാതിൽ തുറക്കുമ്പോൾ ഒരു കണ്ണ് കാണും. എന്നിട്ട് അത് ഇതിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനുശേഷം ഇവളായിരിക്കും ദൈവം. ചാത്തൻ അത് പബ്ലിഷ്ഡ്, അതായത് കുറേ കാലം മുമ്പ് അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലോക്കായിരിക്കും. ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വന്ന വലിയൊരു ചലഞ്ച് എന്തായിരിക്കും? അങ്ങനെ ചലഞ്ചുകളൊന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ചില മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറഞ്ഞാൽ നേരിട്ടിരുന്ന് ചെയ്യലാണ്. അതായത് ഇപ്പോൾ കമ്പോസ് ചെയ്യുന്ന ആളിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ സമയം മതി അത് ചെയ്യാൻ. കാരണം അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് അത് ഇതിങ്ങനെ മതിയോ, എങ്ങനെ പോകണ്ട എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് തീരും. ഇനി അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു രീതിയിൽ പോയിട്ട് ചിലപ്പോൾ അവരതല്ലായിരിക്കും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഡയറക്ടർ അതായിരിക്കും ഉദ്ദേശിച്ചത്, ചിലപ്പോൾ ഈ പ്രൊഡ്യൂസറിന് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. അങ്ങനെ കുറേ ഘട്ടങ്ങളുണ്ടല്ലോ ഇതിന്. അപ്പോൾ ചില സമയത്ത് അങ്ങനെ ഡ്രോപ്പ് ചെയ്ത പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്, ആ ഒരു കംഫർട്ട് സോൺ കിട്ടാത്തത് കൊണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് ഒരു ഈ ഡ്രോപ്പ് ചെയ്ത പ്രൊജക്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് പിന്നെ ഇല്ല അങ്ങനെയൊന്നുമില്ല. റിഗ്രറ്റ് ഒന്നും വന്നിട്ടില്ല. ഇല്ല, ഇതെനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് വയ്യാന്നൊക്കെ തോന്നിയ വല്ല സിറ്റുവേഷൻ? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇത് ഡ്രോപ്പ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ടോട്ടലി എൻ്റെ സോള് കൊടുത്തത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ്. ചെയ്യാൻ പറ്റും, പക്ഷെ അത് എന്തോ കാട്ടിക്കൂട്ടിയത് പോലെയാണ്. അതുകൊണ്ട് ഓക്കെ. മുത്തു എഴുതി പാടുന്ന ഒരു പാട്ടിൽ ഏത് ആർട്ടിസ്റ്റ് അഭിനയിച്ച് കാണണം എന്നുള്ളതാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു ഡ്രീം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നത് ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ പടം കണ്ടപ്പോൾ എനിക്ക് ആസിഫ് അലിയോട് ഭയങ്കര ഒരു ബഹുമാനം തോന്നിയ പെർഫോമൻസ് ആയിരുന്നു അതിൽ, ലെവൽ ക്രോസിൽ. അപ്പോൾ ആസിഫ് അലിയുടെ മൂവിയൊക്കെ എന്നായിരിക്കും ചെയ്യുന്നത് എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആഭ്യന്തര കുറ്റവാളി ഞാനൊരു ഫോട്ടോ ഉള്ളിൽ എടുത്തിട്ട് ഞാനിത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അർജുന അശോകനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ഞാൻ സിനിമയിലൊന്നും എത്താത്ത സമയത്താണ്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ലിറിക്സും പാട്ടൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി വിഷ് ചെയ്തു, ഒരു സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ അങ്ങനെ. പിന്നെ രണ്ടാമത്തെ വട്ടം പുള്ളിയെ കണ്ടപ്പോൾ ഞാൻ ഇഡിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ വട്ടം കണ്ടപ്പോൾ പുള്ളിയുടെ പടമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നാലാമത്തെ വട്ടം കാണുന്ന പടത്തിൻ്റെ റിലീസിന് ശേഷം അങ്ങനെ കുറേ വിഷസ് സത്യമായിട്ടുണ്ട്. അതെ, അതിലൊക്കെ സന്തോഷം. ഒരു നല്ല സിനിമകൾ വരണം, അത്രേ ഉള്ളൂ. നല്ല പ്രൊജക്ട്സ് വരണം. അത് നല്ല ആർട്ടിസ്റ്റുകൾ, അതിനകത്ത് പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, അതൊന്നുമില്ല. നല്ല സബ്ജക്ട്സ് വരണം, നല്ലപോലെ ചെയ്യാൻ പറ്റണം, വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റണം. പിന്നെ എല്ലാവരോടും റെസ്പെക്റ്റാണ്. ചെയ്യാൻ പറ്റിയാൽ നല്ലത്. അത് എൻ്റെ മാക്സിമം ആ ക്യാരക്ടറിന് എന്താണോ വേണ്ടത്, എന്താണോ ആ സിനിമയ്ക്ക് വേണ്ട പാട്ട്, അത് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മുത്തുവിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആക്ടർ ആരായിരിക്കും?
അങ്ങനെയൊന്നുമില്ല. അങ്ങനെയില്ല. ഇല്ലല്ല. ഞാൻ പല തരത്തിലുള്ള സിനിമകൾ കാണാറുണ്ട്. ഭയങ്കര ഒരു മൂവി വാച്ച് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇപ്പം ഇന്നലെ കണ്ടത് സിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. സിന്നേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അത് വണ്ടറായി പോയി എൻ്റെ ചില സംഭവങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലുമൊക്കെ പടങ്ങളായിരിക്കും കാണുന്നത് റാൻഡം. അപ്പോൾ അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അവരുടെ പെർഫോമൻസ്, അതിൽ മിക്കുള്ള ആക്ടേഴ്സിനും ചില സിനിമകൾ നല്ലപോലെ ചെയ്യും. ചിലതിനകത്ത് ചിലപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് കണക്റ്റ് ആയില്ലെന്ന് വരും. പാട്ടുകളിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളെന്നില്ല, അവർ ചെയ്യുന്ന നല്ലതിനെ നല്ലതായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ഇഷ്ടപ്പെടാറുണ്ട്. ഒരു അധികം പോപ്പുലർ ആവാത്ത സിനിമകളാണെങ്കിലും ശരി തന്നെ അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റുകൾ എല്ലാ ഭാഗത്തും, ഇപ്പോൾ കളർ ഗ്രേഡിങ് ആയാലും സ്ക്രിപ്റ്റിലായാലും എഡിറ്റിലായാലും ലൈറ്റിങ്ങിലായാലും എല്ലാ ഭാഗത്തും എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാറുണ്ട്. തൊപ്പീനായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടോ? സുഹൃത്താണ്. പുള്ളിനായിട്ട് വേറെ കണക്ഷൻ ഒന്നുമില്ല? ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? എന്താ പുതിയ വർക്ക് ഉണ്ടോ? പുള്ളിയായിട്ടൊരു പ്രൊജക്റ്റിന്റെ കാര്യത്തിനാണ് അവനെ കോണ്ടാക്ട് ചെയ്യുന്നത്. നല്ല വ്യക്തിയാണ്. അപ്പോൾ അതുവരെ ഞാൻ പിന്നെ മൂപ്പരെ പറ്റി ജഡ്ജ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല പണ്ടേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നു, സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര കൂളായിട്ട് തോന്നി. നല്ലൊരു വ്യക്തിയാണ്, നല്ല വ്യക്തിത്വമാണ്. ഞാൻ ഈ ഇതിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തൊപ്പി എൻ്റെ അടുത്ത് പറഞ്ഞു, അവനൊരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്ത് എഴുതി. അങ്ങനെ അവൻ പാടി. അതിപ്പോൾ സൂൺ റിലീസാവും. അപ്പം അങ്ങനെയൊക്കെയാണ്, ആ ഒരു വർക്കിലൂടെയൊക്കെയാണ് കൂടുതൽ. ഇനി ഫ്യൂച്ചറിൽ ഇനിയും വർക്ക് വരുന്നുണ്ടോ? മിക്കവാറും. അതെ, അത് എന്തായാലും ഇപ്പോൾ ഈ ഒരു പാട്ടിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് മേ ബി ഉണ്ടാവാം. ഓക്കെ. മുത്തുവിൻ്റെ തന്നെ മെഹർ എന്ന സോങ്, അത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അത് എങ്ങനെ വന്ന ആ സ്റ്റോറി പറയാവോ? അത് ഫൈസൽ റാസിയും ഷിഗയും പാർട്ട്നേഴ്സ് ആണല്ലോ. അപ്പോൾ ഫൈസൽ റാസി ഒരു ദിവസം ഒരു പാട്ട് ചെയ്യണം, കൊളാബ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നു. കമ്പോസിഷൻ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ തീം പറഞ്ഞത് ഒരു സ്ത്രീപക്ഷ സോങ് ആണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകളും അതും ഇതൊക്കെയാണ്. അതിനെ ഒരു ഇസ്ലാമിക് ടച്ചിലോട്ട് കൊണ്ടുപോകാം, എന്നാൽ പൊതുവായി നിൽക്കാൻ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് മെഹർ എന്ന് പറഞ്ഞൊരു സാധനം, മെഹർ എന്നൊരു ഇത് കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ചില സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ അകത്ത് ആ സുവർഗത്തിൻ മനത്തിൻ മുമ്പിലായി ഞാൻ, ആ കനിക്കുൾ മോഹമല്ലേ ആശ മാത്രം താൻ, തെറ്റിലായി ഞാൻ മേലെയായി കാൻ എന്ന് പറഞ്ഞൊരു വരിയുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇബാറത്ത്, അതായത് ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കണ്ടന്റ് ഞാൻ കേട്ടു. എന്താണെന്ന് പറഞ്ഞാൽ ആദം സ്വർഗത്തിൽ നിന്നുള്ള മരത്തിൽ നിന്നും കനി പറിച്ചു, പക്ഷേ അത് പറിക്കാൻ പറഞ്ഞത് ഹവ്വയാണ് എന്ന് കേട്ടു. അപ്പോൾ അതൊരു പ്രസ്താവനയാണ്. അപ്പോൾ ഹവ്വ പറയുകയാണ്, ഹവ്വ നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയായിട്ട് നിന്നുകൊണ്ട് നമ്മളോട് പറയുന്നത്, അന്ന് ആ സുവർഗത്തിൻ മരത്തിൻ മുമ്പിലായി ഞാൻ, ആ കനിക്കുൾ മോഹമല്ലേ ആശ മാത്രം താൻ. എനിക്ക് ആ ഒരു പഴം കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. ഞാൻ ആരോട് പറയാനാണ്? ചിലപ്പോൾ ആദമിനെ അത്ര പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. എന്തേലും ആദമിൻ്റെ അടുത്ത് പറഞ്ഞു അത് പറിക്കാൻ. അപ്പോൾ ആദം അത് പറിച്ചു. ഇപ്പം പഴി വന്നപ്പോൾ എല്ലാം എൻ്റെ മണ്ടയിലാണ്. നീ പറഞ്ഞിട്ടാ ചെയ്തത്, നീ പറഞ്ഞാൽ. എനിക്കൊരു ആഗ്രഹം തോന്നി, എനിക്ക് പറഞ്ഞുകൂടെ? ഞാൻ ആദമിൻ്റെ അടുത്തല്ലേ പറയാൻ പറ്റുമോ? അതുപോലെയാണ് മെഹർ എന്ന് പറയുന്നത്. ഒരു മുഹമ്മദ് നബി പറഞ്ഞു മെഹർ കൊടുക്കണം, മെഹർ കൊടുത്തിട്ടാണ് സ്ത്രീ വിവാഹം ചെയ്യേണ്ടതെന്ന് പറയുന്നത്. മെഹർ എന്ന് പറയുന്നത് ഇവിടെ നേരെ തിരിച്ചാണ്. അപ്പോൾ മെഹർ കൊടുത്തിട്ട് അവളെ കൺവിൻസ് ചെയ്യുക ആദ്യം. അപ്പോൾ ഈ മെഹർ എന്ന് പറയുന്ന സാധനം പണം മാത്രമായിരിക്കില്ല. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഇത്ര ഗ്രാം സ്വർണത്തിലും ഇന്നതിലും മെഹർ കൊടുത്ത് സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ പറയുന്നൊരു ഡയലോഗിൽ മാത്രം അത് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. മെഹർ എന്ന് പറയുന്നത് അവൾക്ക് കൊടുക്കുന്ന ബഹുമാനവും അവൾക്ക് കൊടുക്കുന്ന കെയറിങ്ങും അവൾക്ക് കൊടുക്കുന്ന സന്തോഷങ്ങളും ഒക്കെയാണ് ഈ മെഹർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ടിലെ സ്ത്രീ ചോദിക്കുകയാണ്, മെഹർ എവിടെ? മഹമൂദ് പറഞ്ഞൊരു മെഹർ എവിടെ? മെഹർ എവിടെ? നബി പറഞ്ഞ ആ മെഹർ എവിടെ? കരയെവിടെ എൻ കണ്ണീർ കടലിൻ കരയെവിടെ? ഇപ്പം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ കണ്ണീർ കണ്ട കരയാണ് എൻ്റെ മെഹർ, അതെവിടെ? പിന്നെ നദി എവിടെ? ആ സ്നേഹജലത്തിൻ നദി എവിടെ? അത് നീ ആദ്യം പറഞ്ഞിരുന്ന വാക്ക് തന്നിരുന്ന ആ സ്നേഹത്തിൻ്റെ നദി എവിടെ പോയി എന്നൊക്കെയാണ് എൻ്റെ വരികൾ. അപ്പോൾ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് സ്പിരിച്വലാണ്. സഹനം നിന്നാഗമനം നിറയാതെ, അത് ആത്മാവിനെ പറ്റി പറയുന്നതാണ്. അത് സ്ത്രീയും പുരുഷനും രണ്ട്
ശരീരഘടനയാണെങ്കിലും ആത്മാവിന് രൂപവ്യത്യാസമൊന്നുമില്ലല്ലോ. ഉം. പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾക്കും വ്യത്യാസമൊന്നുമില്ല. കേൾവി തന്നെയാണ്, കാഴ്ചയാണ്, ശ്വസനമാണ്, വർത്തമാനമാണ്, ടച്ചാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും വ്യത്യാസമില്ല, ആത്മാവിന് വ്യത്യാസമില്ല, രൂപത്തിലും മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. അതൊക്കെയാണ് ഈ സെക്കൻഡ് ഇതിൽ പറയുന്നത്. പിന്നെ ഗബ്രിയുടെ കാര്യമാണ്. ഗബ്രി ചെയ്തതാണ് കുറച്ചും കൂടെ ഓപ്പണായിട്ട് ഗബ്രി. ഓക്കെ, കുറച്ച് ആധികാരികമായി അത് കുറച്ച് അങ്ങനത്തെ ഒരു സംഭവമാണ് മെഹർ എന്ന് പറയുന്നത്. മെഹർ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കവികളൊക്കെ മെസ്സേജ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവർക്ക് വലിയ ഇഷ്ടപ്പെട്ടു എന്നുള്ള. അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ മെഹറിലെ ഈ രണ്ടാം ഭാഗമാണ്, ഫൈസർ റാസി പാടിയ ഭാഗമായിരുന്നു. അതിലാണ് കുറച്ചും കൂടെ ഡെപ്ത് ഉള്ളത്. പിന്നെ കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവുന്നത് ഗബ്രിയുടെ ഭാഗമാണ്. ഗബ്രി അത്ര ഓപ്പൺ ആയിട്ടാണ്, അത് പൊതുവായി നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ പാട്ടിൽ ആദ്യമേ അങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, കുറച്ച് ഹിഡനുമായിരിക്കണം, കുറച്ച് ഓപ്പണും ആയിരിക്കണം. അപ്പോൾ ആ ഓപ്പൺ ആവുന്നത് ഗബ്രിയുടെ ഭാഗത്താണ്. മറ്റേത് കുറച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ചും കൂടെ അത് ഇരുന്ന് പഠിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇത് പാടി പഠിക്കുമ്പോഴൊക്കെ മാത്രമേ അവർക്കത് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാവുള്ളൂ. മുത്തുവിനെ ഏത് ടൈപ്പ് ചെയ്യുന്നത് ഇഷ്ടം? എന്തും ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത് ചെയ്യണം എന്നുള്ള ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഒന്ന് പറയുകയാണെങ്കിൽ ഈ പുതിയ കഥകൾ ഉണ്ടാക്കുക, ഫാന്റസി കഥകൾ ഉണ്ടാക്കുക. അങ്ങനെ നേരത്തെ ഒരെണ്ണം പാടിയില്ലേ, അങ്ങനത്തെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുക. അങ്ങനെ ഇനി ചെയ്യാം. നേരത്തെ പറഞ്ഞു പബ്ലിഷ് ചെയ്തിട്ടില്ല, അതുപോലെ വേറെ വല്ലതും ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പം മോഹിനി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതൊരു സിനിമയിലുണ്ട്, വരും. പിന്നെ കുട്ടിക്കാളി, ചാത്തൻ, അത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് പാടാവോ? കുട്ടിക്കാളി എന്നുള്ള പാട്ട് പാടുന്നത്. അത് കുട്ടിക്കാളിയുടെ എങ്ങനെയാണ്, കുട്ടിക്കാളിന്റെ തീം എന്താന്ന് പറഞ്ഞാൽ ഇതും ഒന്നും ഇല്ലാത്ത കഥയാണ്. എല്ലാം മുത്തുവിന്റെ ഭാവനയിൽ വന്ന കഥകൾ. ഭൂമിയിൽ ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിലായിരിക്കും. ഇപ്പൊ യേശുക്രിസ്തു എങ്ങനെയാണോ വന്നത് അതുപോലെ ഒരു ദൈവം ഒരു സ്ത്രീയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ എല്ലാം ബാക്കിലൊരു സുപ്രീം പവറുണ്ട്, ഒരു ദൈവമുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഒരാളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ കന്യകയായിരിക്കും. ഇവൾ ഒരു വാതിലേക്ക് എത്തിപ്പെട്ടിട്ടാണ് ഈ സംഭവം സംഭവിക്കുന്നത്. ഒരു എനിവേർ ഡോറുണ്ട്. അതായത് നമ്മൾ ഡോറേമാൻ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിവേർ ഡോർ, നമ്മൾ ഇവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാൽ വേറെ എവിടെയായിരിക്കും നിന്ന് കയറുന്നത്. അപ്പോൾ ഡോർ ഇങ്ങനെ ഡോർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ഡോറിലേക്ക് ഇവൾ എത്തിപ്പെട്ടിട്ട് അതിൽ നോക്ക് ചെയ്യും, കൊട്ടും. അപ്പോൾ ആ വാതിൽ തുറക്കുമ്പോൾ ഒരു കണ്ണ് കാണും. എന്നിട്ട് അത് ഇതിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതിനുശേഷം ഇവളായിരിക്കും ദൈവം. അപ്പോൾ ഈ പാട്ട് തുടങ്ങുന്നത് ഒരു ദൈവമായിരുന്ന ഒരു സ്ത്രീയുടെ മരണത്തോടു കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഈ വാതിലിലേക്ക് എത്തി ഇവള് കൊട്ടുന്നതാണ്. അപ്പോൾ ഇവളെ പറയുന്നത് കുട്ടിക്കാളി എന്നാണ് പാട്ടിൻ്റെ പേര്. കുട്ടിക്കാളി. അത് ചെല്ലവാതിലെ മുട്ടടി കുട്ടിക്കാളി, ചെല്ലവാ തുറന്നാടടിയമ്പിളി, മെല്ലെ കാണടി അമ്മക്കൺ ചോദിച്ചാളടി, ചാവില്ല തിട്ടിപ്പെണ്ണാകും പത്തക്കം പതിക്കും ഇപ്പത്തക്കം കിതയ്ക്കും കുതിക്കും, കരയാളും ഉടവാളും കിടക്കും കുതിക്കും, തുറന്നാടടിയമ്പിളി കന്നിയാ ആഹാ ആഹാ ആ ചെല്ലവാതിലെ മുട്ടടി കുട്ടിക്കാളി, ചെല്ലവാ തുറന്നാടടിയമ്പിളി, മെല്ലെ കാണടി അമ്മക്കൺ ചോദിച്ചാളടി, ചാവില്ല തിട്ടിപ്പെണ്ണാകും. വെറൈറ്റി ആയിട്ടുണ്ട്. ഇതുപോലെ വെറൈറ്റി ഇനി ഏതാ പറഞ്ഞ? ചാത്തൻ. ചാത്തൻ അതിന്റെ സ്റ്റോറി എന്താ? ചാത്തൻ അത് ഒരു ചാത്തൻ പബ്ലിഷ്ഡ് ആണ്. പബ്ലിഷ്ഡ് അതായത് കുറേ കാലം മുമ്പ് അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലോക്കായിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് പാടാതിരിക്കലായിരിക്കും നല്ലത്. പക്ഷെ അതിൻ്റെ കഥ പറയുന്നതിൽ പ്രശ്നമില്ല. അത് ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ളൊരു ഗ്രാമം. അപ്പോൾ രാജ്യം പോലെയാണ്, സ്വന്തം രാജ്യം പോലെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ അവിടെ അമ്പനാർ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടുത്തെ മൂപ്പൻ. അവരാരാധിക്കുന്നത് അയ്യനെയാണ്. അപ്പോൾ അയ്യൻ്റെ പ്രതിഷ്ഠ എന്താന്ന് പറഞ്ഞാൽ, അയ്യൻ്റെ ഒരു വടിയുണ്ട്, അതൊരു മരത്തിൻ്റെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, അതിനെയാണ് ഇവർ ആരാധിക്കുന്നത്. അപ്പോൾ തോടൻ എന്ന് പറയുന്ന ഒരു ഭൂതവർഗമുണ്ട്, തോടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തോടൻ ഇറങ്ങുമ്പോൾ ഈ ഗ്രാമങ്ങളെ അറ്റാക്ക് ചെയ്യും, വലിയ അമ്പും വില്ലും കൊണ്ട് അറ്റാക്ക് ചെയ്യും.
അപ്പോൾ തോടൻ ഇങ്ങനെ ഈ ഗ്രാമത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അമ്പനാർ ചെന്ന് പ്രാർത്ഥിക്കും എൻ്റെ അവിടെ ഹെൽപ്പ് പോയി. പക്ഷേ ഈ തോടൻ്റെ സാന്നിധ്യം അടുത്തേക്ക് എത്തി എന്ന് മനസ്സിലാകുമ്പോൾ പുള്ളി കൂടി രക്ഷപ്പെടും. പുള്ളി ചെന്ന് കയറുന്നത് ഒരു പഴയ പൊളിഞ്ഞ മച്ചിൻ്റെ മേളിലേക്കാണ്. ആ മച്ചിൻ്റെ മേളിൽ ചെല്ലുമ്പോൾ അയാളുടെ വാള് കയറിയിട്ട് ഒരു പെട്ടിയിൽ തട്ടുന്നതും അതിനകത്ത് നിന്ന് ഒരു ചാത്തം വരുന്നതും പിന്നെ സംഭവിക്കുന്നതൊക്കെയാണ് അതിൻ്റെ കഥ. അപ്പം ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കാനും പാട്ടുകൾ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര താല്പര്യം. ഇങ്ങനെ ഒരു കഥ ലിറിക്സ് എഴുതി തീർക്കാൻ എത്ര ടൈം എടുക്കുമായിരിക്കും? ചെറിയ സമയം മതിയാവും. ചെറിയ സമയം മതി. കൂടിപ്പോയാൽ ഒരു 25-30 മിനിറ്റ് അത്രേ ഉള്ളൂ. അത്രയും മതിയാവും. ഓ, അപ്പോൾ ഭയങ്കര റിസ്കി അല്ല? അല്ലല്ല, ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. തുടങ്ങിയാൽ മാത്രം മതി, പിന്നെ അതങ്ങ് ഫ്ലോയിൽ തീർന്നു. പകുതി വെച്ചിട്ട് സ്റ്റക്കായി പോയ ഏതെങ്കിലും വർക്ക് ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ കുട്ടിക്കാളി, ചാത്തൻ, ഇതുപോലെ വെറൈറ്റി കോണ്ടന്റ് വേറെ ഏതല്ലേ? പിന്നെ കുട്ടിക്കാളി, ചാത്തൻ, പുടലൻ, മോഹിനി, പിന്നെ ഏതൊക്കെയുണ്ട് ഓർമ്മയിൽ വരുന്നില്ല. ഇത് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും. അല്ല, എന്നാലും കേട്ടിരിക്കാൻ നല്ല രസമുള്ള. ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ഇത് ഫോക്കല്ല, ഇത് വേറൊരു ഇത് പൂച്ച തട്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പൂച്ച തട്ടി, അതാണ് പാട്ടിൻ്റെ പേര്. അത് ഞാൻ കുട്ടിക്കാലത്ത് ഉമ്മ പാല് വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിടും. അപ്പോൾ ഈ പാക്കറ്റ് മിൽമയുടെ ഒക്കെ പാക്കറ്റ് പാലുണ്ടോ? ഇത് ഒറിജിനൽ സ്റ്റോറി? ഒറിജിനൽ അല്ല, ഇത് അതിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പൊ ഞാൻ ഉണ്ടായ സമയം പെട്ടെന്ന് അത് ഓർത്തപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പാട്ട്. അങ്ങനെ നടന്നു വരുമ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് ഇതിൽ നിന്ന് കുടിക്കും. അപ്പം ഉമ്മ വീട്ടിൽ വരുമ്പോൾ വഴക്ക് പറയും, പാല് കുറവാണ്, അങ്ങനെ പൊട്ടിച്ചൊക്കെ കണ്ടിട്ട് വഴക്ക് പറയും. അതുപോലെ ഈ കഥയിൽ ഒരു കുട്ടി ഒരു പാൽ തൊട്ടിയിൽ പാല് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കിച്ചണിൽ വെക്കും. പിന്നെ കാണുന്നത് അത് തട്ടി മറിഞ്ഞിരിക്കുന്നു, അതിൻ്റെ അകത്ത് പൂച്ച ഇങ്ങനെ നടന്നു പോയ പാടൊക്കെ ഉണ്ട്. പക്ഷേ ഉമ്മ വന്നിട്ട് അടിക്കുന്നവനെയാണ്. ആണ് പാട്ട്. പാൽ തൊട്ടി പൂച്ച തട്ടി ഉമ്മഞ്ഞിട്ടി എൻ്റെ തൊലിയും പൊട്ടി, പൂച്ചട്ടി കയ്യിൽ കിട്ടി എറിഞ്ഞുമ്മ എൻ്റെ തലയും പൊട്ടി, ഉമ്മ തൊട്ടി ഞാൻ തിട്ടമേല് വെച്ച് അള്ളാണ വീഴാണ്ട് നോക്കി നീക്കി വെച്ച്, പൂച്ച കാണുണ്ടോന്ന് നോക്കി മേലെ മച്ച്, ഉമ്മ എന്നെ തല്ലല്ല ഞാൻ പാവം കൊച്ച്, ഉമ്മ എന്നെ തല്ലല്ല ഞാൻ പാവം കൊച്ച്, പാൽ തൊട്ടി പൂച്ച തട്ടി ഉമ്മഞ്ഞട്ടി എൻ്റെ തൊലിയും പൊട്ടി, പൂച്ചട്ടി കയ്യിൽ കിട്ടി എറിഞ്ഞുമ്മ എൻ്റെ തലയും പൊട്ടി. കിട്ടിയിട്ടുണ്ടോ? എന്തിനായിരുന്നു? പല പല കാരണങ്ങൾ. ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ അഴുക്കാക്കിയിട്ട് വരുന്നതിനാണ് അങ്ങനെ. അപ്പോൾ ഈ പാൽ തൊട്ടി പാട്ട് അങ്ങനെയാണ്. ഇത് അവൻ തന്നെ കുടിച്ചിട്ട് അവസാനം ഇത് വയറ്റുന്ന ഇങ്ങനെ ഛർദ്ദിക്കുന്നതൊക്കെ ഉണ്ട്. ഇത് അവൻ തന്നെ കുടിച്ചിട്ട് ഇങ്ങനെ വിരൾ വെച്ചിട്ട് ഇങ്ങനെ പൂച്ച നടന്നു പോയ പാടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. വന്നിട്ടില്ല. അങ്ങനെ ഒരു പാട്ടാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥകൾ ഉണ്ടാക്കും, അത് പാട്ടാക്കും. ഇങ്ങനെ ലൈഫ് എന്ന് വന്ന വേറെ ഏത് സോങ്ങാ വന്നിട്ടുള്ളേ? അങ്ങനെ വെച്ച് ഓർമ്മയില്ല. കുറെ പാട്ടുകൾ, കുറെ എൻ്റെ നോട്ട്സ് സ്ക്രോൾ ചെയ്താൽ ഒരു 1000-ഓളം പാട്ടുകളുണ്ട്. 1000-ഓളം. അപ്പോൾ എനിക്കറിയില്ല ഏതൊക്കെയാണ് ഓർത്തെടുക്കാൻ കുറച്ച്. ഈ മറ്റേ നേരത്തെ പറഞ്ഞില്ലായിരുന്നു മോഹിനി, ചാത്തൻ, അതൊക്കെ കുറച്ച് വേറെ നമ്മളെ കുറച്ച് ഡീപ്പായി ചിന്തിക്കുന്ന ലെവലിലോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് സിമ്പിൾ വെർഷൻ അല്ല. എന്തിനും ചിന്തിക്കണം. ഈസി കുറച്ചും കൂടെ അത് ഉണ്ടാക്കാനാണ്. ഏതാ അത്രയും? ഓ, നമുക്ക് ഡീപ്പായിട്ട് നോർമലായത് ഉണ്ടാക്കാനായിരിക്കും ഈസി. നോർമലായിട്ട് ഉണ്ടാക്കുന്നതാണ് പാട്. അത് അഭിനയത്തിൽ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ അഭിനയിക്കുമ്പോൾ പറയാറുണ്ടല്ലോ, അത് അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാൻ ഈസിയാണ്, പക്ഷെ അഭിനയിക്കുന്നില്ല എന്ന് തോന്നി നമുക്കത് അതായിരിക്കും കൂടുതൽ ടാസ്ക്. അതുപോലെ നോർമൽ ചെയ്യാനാണ് ടാസ്ക് എപ്പോഴും. അപ്പോൾ ഇതിലെ ഏത് ചെയ്യാനാണെങ്കിലും മുത്ത് കംഫർട്ടബിൾ ആണ്, ചെയ്യും. അങ്ങനെ ടാസ്ക് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അങ്ങോട്ട് ചെയ്യുക, നമ്മുടെ മുന്നിൽ ചെയ്യാന്നുള്ളതാണ് ഒരു ടാസ്ക് ബേസിക്കലി. എന്താന്നാലും ചെയ്യുക, അതെന്താലും ചെയ്യുക. ഓക്കെ. ഹനാൻ ഷാനായിട്ട് കുറെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു എക്സ്പീരിയൻസും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഹനാൻ ഷാ ഇപ്പോൾ അഗമേ എന്ന് പറയുന്ന പാട്ട് മ്യൂസിക് പ്രൊഡ്യൂസർ ജുബൈർക്കാണ്. ആ പാട്ട് ഞാൻ ഈണം ചെയ്തു, എഴുതി. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ടായതിനേക്കാളും ഹനാൻ ഷാ വന്നത് പാടിയപ്പോൾ അത് വേറൊരു ലെവലിലോട്ട് മാറി. അങ്ങനെ അഗമയാണ് ഞാനും ഹനാൻ ഷായും ചെയ്യുന്ന ഫസ്റ്റ് വർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാതൽമാരി എന്ന് പറഞ്ഞൊരു ട്രാക്ക് ചെയ്തു. അതിൻ്റെ കമ്പോസർ മാനസ് കൃഷ്ണയാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഭാഗത്ത് റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിറിക്സ് മൊത്തം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആടയഴക എന്ന് പറയുന്ന 4 ആർട്ടിസ്റ്റുകളുടെ കൊളാബറേഷനാണ്. അത് നിഹാൽ സാദിഖ്, ജുബൈർ മുഹമ്മദ്, ഞാൻ, ഹനാൻ ഷാ, 4 പേര്, ഞങ്ങൾ 4 പേരുള്ള ട്രാക്കാണ്. അതിൻ്റെ അകത്ത് എൻ്റെ ഭാഗം ഞാനാണ് ചെയ്തത്. ബാക്കിയുള്ള ലിറിക്സ് മറ്റൊരു ആൾ ചെയ്തു. പിന്നെ പാടിയത് വേറെ 3 പേരാണ്, ജുബൈർ മുഹമ്മദും
ഹനാൻ ഷായി നിഹാൽ സാദിഖും ഓരോരോ ഭാഗങ്ങൾ പാടി, എൻ്റെ ഭാഗം ഞാൻ എഴുതി പാടി. ഓക്കെ, അത് പാടാവോ? അത് റാപ്പാണ് എൻ്റെ ഭാഗം മാത്രം. നിന്നെ കിട്ടുമൊന്നും മൈൻഡില്ലാത്ത ടെൻഷൻ, ഞാനിടുന്ന സ്റ്റോറിക്കെല്ലാം ഉണ്ട് നിൻ്റെ മെൻഷൻ. 24/7 നിൻ്റെ ഫേസിലതിൻ്റെ ടോട്ടൽ ടെൻഷൻ. ഒരു ഞൊടി നീ ഇല്ലേ ബേബേ 100% ബ്രെയിൻ ഇൻഫ്രാക്ഷൻ. വള്ളക്കില്ലുക്കല്ലേ മനത്തുകുലുക്കല്ലേ ഐസിട്ട ലൈമല്ലേ മൈ സ്വീറ്റി ബേ. കൊള്ളാം, നല്ല റിലേറ്റബിൾ കണ്ടന്റ് ആണല്ലോ. അതിനകത്ത് ഇങ്ങനെ ഐസിട്ട ലൈമല്ലേ ഐസിട്ട ലൈം. ഓക്കെ, വെറൈറ്റി ലിറിക്സാ. ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിപ്പിക്കാറുണ്ട്. ഇതില് ഹനാൻ ഷാനായിട്ട് വർക്ക് ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് വർക്ക് ചെയ്താ ഇപ്പൊ ഇത്രയും ചെയ്തു? അഗമേ. അഗമേ എന്തായാലും ഇപ്പൊ ട്രെൻഡിങ് ആണ്, പാടാവോ? കാതങ്ങൾ ഞാൻ പോകവേ നിൻ പാദങ്ങൾ ഞാൻ തേടവേ, അലയാനി നീടമില്ലാതെ വലയുകയായി നീയില്ലാതെ, അലയാനി നീടമില്ലാതെ വലയുകയായി നീയില്ലാതെ, താന താനാന ദീവാന നീ താന താന താനാന ദീവാന നീ താന. അഗമേ അഗമേ പതിയെ പതിയെ അഗമേ അഗമേ പതിയെ. സൗണ്ട് പോകുന്നുണ്ടല്ലേ? ഓക്കെ, മുത്തുവിന് ആക്ടിങ്ങിൽ താല്പര്യമുണ്ടോ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മേനെ പ്യാർ കിയയിൽ അവസാനം ചെറിയൊരു ഭാഗം, വളരെ ചെറിയൊരു ഭാഗം അഭിനയിക്കാൻ താല്പര്യമൊക്കെ തന്നെയാണ്. എത്രത്തോളം എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ സംസാരിച്ചതിൽ വെച്ചിട്ട് മുത്തു എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കാണുന്നത്. അതെ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുന്നേ? ഞാൻ ഭയങ്കര സീരിയസ് ആണെന്നാണ് എല്ലാവരും പറയാറ്. ഭയങ്കര സിമ്പിൾ ആയിട്ടാ, എന്താണെങ്കിലും ചെയ്യാം, ഓക്കെയാണ്, അത് ടാസ്ക് അല്ല. അത് അങ്ങനെ ആ ഭാഗത്ത് ഓക്കെയാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളെയും ഞാൻ എടുക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കും. ഇനി അപ്പോ ആക്ടിങ്ങിലോട്ടാണോ അതോ മ്യൂസിക് ആണോ, ഏതായിരിക്കും? ആക്ടിങ്ങിലോട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇതാ ഞാൻ പറഞ്ഞേ, ഇല്ല സീരിയസ്. ആക്ടിങ്ങിലോട്ട് അങ്ങനെ പോണമെന്ന് ചെയ്യും, തോന്നിയാൽ ചെയ്യും. അപ്പൊ മേനെ പ്യാർ കിയയിൽ ചെറിയൊരു ഭാഗം ചെയ്തില്ല, അതുപോലെ വരും സിനിമകളിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനകത്തൊരു പാർട്ടാവണം, സ്ക്രീനിലൊരു പാർട്ടാവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അത് സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കും, സംഭവിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ പാട്ട് ചെയ്തുകൊണ്ടായിരിക്കും, പാട്ടായിരിക്കും എപ്പോഴും കൂടെ. അതെ. മുത്തുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞ ആരാണ് മുത്തു എന്ന് ചോദിച്ചാൽ മുത്തു എന്ന് പറയുന്ന ഒരു ആൻസർ എന്തായിരിക്കും? ഒരു ആത്മാവ് വന്നപ്പോ തൊട്ട് സോളിൽ പിടിച്ചിരിക്കുക അല്ലേ? അത്രേ ഉള്ളൂ, അതിലുപരി എന്ത് പറയാൻ. ഈ എഴുത്തുകാരനായോണ്ടാണോ കുറച്ച് ആധികാരികമായി ചിന്തിക്കുന്നത്? അല്ലല്ല, ഞാൻ പാട്ടിൽ എഴുതുന്നതിന് മുമ്പേ ഈ വിഷയങ്ങളിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നതൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു, കുറച്ച് ആത്മീയപരമായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അതിൽ പോയതിൽ ഫേവറേറ്റ് പ്ലേസ് ഏതായിരുന്നു ഇതുവരെ ട്രാവൽ ചെയ്തതിൽ വെച്ച്? അജ്മീർ, രാജസ്ഥാൻ ഭയങ്കര ഫേവറേറ്റ് ആണ്. അജ്മീറിൽ സ്ഥിരം നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്, ഈ 1-2 ദിവസമൊക്കെ വന്ന് പോകുന്ന ആൾക്കാർക്ക് അത് കിട്ടൂല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൂഫി ഗ്യാതറിങ് നടക്കുന്ന സ്പേസാണ് അജ്മീർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ളത്, അത് ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടൂല. കുറേ നാൾ കണ്ടിന്യൂസ് നിൽക്കുമ്പോഴും അവിടുത്തെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും രാത്രി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴും ഒക്കെ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ എനിക്ക് ഒരുപാടൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല, ഒരു 8 മാസമൊക്കെ കണ്ടിന്യൂസ് അവിടെ ഉണ്ട്. അത് റിലേറ്റ് ചെയ്തൊന്നും എഴുതിയില്ലേ? ഉണ്ട്. അജ്മീറിൽ ഞാൻ വെച്ച് എഴുതിയ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്, ഒരു ഖവാലി മൂഡിൽ മലയാളത്തിൽ എഴുതിയ പാട്ടുകൾ. ലിറിക്സ് ഓർമ്മയുണ്ടോ? ഞാൻ പാടാം. അജ്മീറിലെ പാട്ടുകൾ, അജ്മീറിൽ വെച്ച് ചെയ്തൊരു പാട്ടുണ്ട്, അത് പാടാം. സുൽത്താനുൽ ഹിന്ദേ ബുർഹാനുസിന്ദേ, സുൽത്താനുൽ ഹിന്ദേ ബുർഹാനുസിന്ദേ, ഗരീബ് നവാസെ ഗുലാമെ ഗനിയെ, ഗരീബ് നവാസെ ഗുലാമെ ഗനിയെ, അഹ്മദിൻ മഹിദക്ക വിദക്ക മുദത്തിരുദേ തന്ന ജമാലെ, സുൽത്താനുൽ ഹിന്ദേ ബുർഹാനുസിന്ദേ, സുൽത്താനുൽ ഹിന്ദേ ബുർഹാനുസിന്ദേ, സഞ്ചറിൽ ചേലെല്ലാം ജീവനാദമായി മുന്തി, സഞ്ചറിൽ ചേലെല്ലാം ജീവനാദമായി മുന്തി, നെഞ്ചതിൽ താളമായി തേനിലാഹി രാഗമോതി, നെഞ്ചതിൽ താളമായി തേനിലാഹി രാഗമോതി, പതി നിന്നു വനാസാഗർ
തീരം തൊട്ടു നിലാ ദിൽഭർ പതിനിന്നുവനാ സാഗർ തീരം തൊട്ടു നിലാ ദിൽഭർ തിരുമൊഴിയാലാ കുടത്തിൽ കേറിയടങ്കൽ ജലമാം സാഗർ ദർബാറിൽ മുത്തും പവിഴക്കല്ല് പതിച്ച നല്ലൊരു ചാദർ തിരുമൊഴിയാലാ കുടത്തിൽ കേറിയടങ്കൽ ജലമാം സാഗർ ദർബാറിൽ മുത്തും പവിഴക്കല്ല് പതിച്ച നല്ലൊരു ചാദർ മനസ്സിൽ പൂഷി സുഗന്ധം വീശി അജ്മേർ സാക്ഷി ഹസനൈനി മെഹ്റുബാനി ആ ഹളറത്താകെ എന്നിൽ കണ്ട റൂഹും മെല്ലയുതി ഹൂ 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 സമതിൽ നിന്നുതി പൂണ്ട സിറാജിന്ന ദിശയെ വെട്ടം ഹൂ 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 സമതിൽ നിന്നുതി പൂണ്ട സിറാജിന്ന ദിശയെ വെട്ടം ഹൂ 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 സമതിൽ നിന്നുതി പൂണ്ട സിറാജിന്ന ദിശയെ വെട്ടം ഹൂ 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 ആലങ്ങളെല്ലാം എത്തും പുണ്യ സിറാത്ത് വരച്ചൊരു തട്ടം സുൽത്താനുൽ ഹിന്ദേ ബുർഹാനു സിന്ദേ ഗരീബ് നവാസെ ഗുലാമെ ഗനിയേ ഗരീബ് നവാസെ ഗുലാമെ ഗനിയേ അഹ്മദിൻ മഹിദക്ക വിദക്ക മുദത്തിരുതേ തന്ന ജമാലെ സുൽത്താനുൽ ഹിന്ദേ. നൈസായിട്ടുണ്ട്. ഇത് അപ്പൊ എപ്പോഴെഴുതിയതായിരുന്നു? അവിടെ നിന്ന് വന്ന ടൈമിൽ പോകുന്ന സമയത്ത് പോകുന്ന ടൈമില്? ഓ, അതിന് മുന്നേ മനസ്സിലായില്ല എനിക്ക്. ഇത് ഈ പാട്ടെന്ന് പറഞ്ഞാല് അജ്മീറിലേക്ക് ഞാൻ ഇത് കുറച്ച് മിസ്റ്റേക്കിലാണ്, ഞാൻ അങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അജ്മീറിൽ പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെയ്യാനുള്ള സാമ്പത്തിക അവിടെ ചെല്ലാനുള്ള സാമ്പത്തിക സാഹചര്യം എൻ്റെ അടുത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് നിൽക്കുക, കുറേ നാൾ നിൽക്കുക, എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ എല്ലാവരും ഈ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്, ആരും മരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി എന്ന് പറഞ്ഞ സൂഫി, അദ്ദേഹത്തിൻ്റെ ശരീരം മരണപ്പെട്ടുവെങ്കിലും സാന്നിധ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ സാന്നിധ്യത്തിനൊരു അപേക്ഷ എന്നുള്ള രീതിക്കാണ് ഈ പാട്ട് എഴുതുന്നത്. ഞാൻ അവിടെ താമസിച്ചിരുന്ന വീട്ടിൻ്റെ പുറത്തിറങ്ങി ഇരുന്നിട്ട് ഞാൻ സാധാരണ ഫോണിലോ ടാബിലോ ഒക്കെയാണ് എഴുതാറ്. അന്ന് പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതി. ഈ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയെ ഒരുപാട് പേരുകൾ വിളിച്ചിട്ടുണ്ട്. എ.ആർ. റഹ്മാനൊക്കെ ഒരുപാട് പോപ്പുലർ പാട്ടുകളുണ്ട് മൂപ്പരെ പറ്റിയിട്ട്, ഖാജ മേര ഖാജയൊക്കെ. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് പ്രയോഗങ്ങൾ മൂപ്പരെ പറ്റി നല്ല പുതിയ പേരുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും വിളിക്കാത്തൊരു പേര് വിളിക്കണം, അല്ലെങ്കിൽ പുതിയൊരു രീതിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗുലാമെ ഖനി എന്നുള്ളൊരു പേരൊക്കെ ഇതിനകത്ത് എഴുതുന്നത്. അങ്ങനെ ഡിഫറെൻ്റായിട്ട് ചെയ്ത ഒരു പാട്ടാണ് ഈ പാട്ട്. എൻ്റെ ഒരു അപേക്ഷയായിരുന്നു. ഈ പാട്ട് എഴുതിയിട്ട് ഞാൻ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്തു. അതിനിവിടെ മുടിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പെരുമ്പാവൂർ, ഒരു ദർഗയാണ് അത്. അപ്പോൾ അവിടെ ഞാൻ പോയി ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു പെട്ടെന്നൊരു കോള് വരുന്നു. കോള് വന്നപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം അജ്മീർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മുടിക്കൽ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു സൂഫിയെ പറ്റിയിട്ട് ഒരു പാട്ട് ഞാൻ എഴുതിയിരുന്നു, അത് ഇദ്ദേഹം കേട്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതിയ ഈ പാട്ട് ഇഷ്ടപ്പെട്ടു, അജ്മീറിനെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല. നമ്മൾ ഇന്നലെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, പാട്ട് പാടിക്കൊടുത്തു. അപ്പോൾ ഗുലാമെ ഖനി എന്നുള്ള പേര് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു, പുതിയതായിട്ടിട്ട പേരല്ലേ. അപ്പോൾ പുള്ളി അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയെ പറ്റി എഴുതുന്ന ഗ്രന്ഥത്തിന് ആ പേരിട്ടോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, അജ്മീറിൽ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്, കുറച്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വരാൻ താല്പര്യമുണ്ട്. പുള്ളി എന്നെ ടിക്കറ്റ് എടുത്ത് തന്ന് 7 മാസം. അവിടെ എനിക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗൈഡ് പോലെയൊക്കെ എനിക്ക് അവിടുത്തെ ടോട്ടൽ പരിപാടികളെ പറ്റി ചരിത്രപരമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും വരുന്നവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതുപോലെ വേറെ ഏതെങ്കിലും പ്ലേസ് റിലേറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ? അത് സൂഫി സൈഡിൽ കുറേ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറേ നേരം അങ്ങനെ പോകട്ടോ. അത് കുറേ എഴുതിയിട്ടുണ്ട്. സൂഫികളുടെ ചരിത്രങ്ങൾ ഞാനൊരു 350ഓളം ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പാട്ടെഴുത്ത് മേലെ ഇത് ഇങ്ങോട്ട് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ശേഷവും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സൂഫി പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് നേരെ എറണാകുളത്തേക്കായിരുന്നു വന്നതെന്ന് പറഞ്ഞില്ലേ? അതെ, രാജസ്ഥാനിൽ നിന്ന് പിന്നെ എറണാകുളത്തേക്കായിരുന്നു, കൊച്ചിക്ക്. അപ്പോൾ ആ രണ്ട് ലൈഫും തമ്മിൽ ഓക്കെ ആവുന്നുണ്ടോ? എല്ലാവരും പോലെയൊക്കെ തന്നെയാണ്. എല്ലാവരും പോലെയാണ്, ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. ഇല്ലല്ല, ഇവിടെ പാട്ടൊന്നുമില്ല, എറണാകുളം റിലേറ്റഡ് ഒന്നും ചെയ്യുന്നില്ലേ? അങ്ങനത്തെ പാട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. കൊച്ചി പെണ്ണെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, പാടാം. ഇതിന്റെ റൈറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഞാനിത് ഇറക്കും. ചക്കരടിക്കിൽ നിന്ന് ഞാൻ ജങ്കാറ് കേറാനായി കൊച്ചിയിലെ ജട്ടിയിൽ പോണേ, പെണ്ണെ പൊന്നും കട്ട നീയും കൂടെ പോരേ,
ഹാർബർ ബാറ് മെല്ലെ ഞാൻ കേറണ നേരത്ത് കായലിനോരത്ത് കണ്ടേ പെണ്ണെ നീലക്കണ്ണാൽ നോക്കിയതെന്തടി പൊന്നെ കൊച്ചിപ്പെണ്ണെ കൊച്ചിപ്പെണ്ണെ മെയ്യാകെ പത്തരമാറ്റ് കരളിൻ്റെത് കത്തണ വാറ്റ് മധുരത്തിന് ഇളകണ കാറ്റ് ഇടനെഞ്ചു കുലുക്കണ കൂറ്റ് കണ്ടാ നീ പവിഴപ്പുറ്റ് കണ്ടപ്പോ ചാടി എണീറ്റ് പെരുമാറിലെ ചൂടൊന്നാറ്റ് പെണ്ണെ നീ എൻ കൊതിമാറ്റ് പെണ്ണേ കൊച്ചിപ്പെണ്ണേ പെണ്ണേ കൊച്ചിപ്പെണ്ണേ. കൊള്ളാം. അപ്പൊ എല്ലാം റിലേറ്റഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കുറെ കുറേ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് പുതിയത് ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. ഇനിയും പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും തുടർന്നുകൊണ്ടേയിരിക്കും, ഉണ്ടാവും. ഉറപ്പായും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. Yes. നേരത്തെ ഒരാൾ വിഷ് ചെയ്തിരുന്നില്ലേ എല്ലാ സിനിമാ പോസ്റ്ററിലും മുത്തുവിന്റെ പേര് കാണാൻ സാധിക്കട്ടെ എന്ന്, അതുപോലെ എല്ലാ ഫിലിം പോസ്റ്ററിലും ഇനി അങ്ങോട്ട് മുത്തുവിന്റെ പേരാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അയ്യോ, All the എല്ലാത്തിലൊന്നും best. വേണ്ട. എന്നാലും തകർക്ക്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.